2 ഘാതം 6 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 7 ഘാതം 4 ബൈ 10 ഘാതം 4 ഇൻറ്റു 14 സ്ക്വയറിൻ്റെ വില കാണുക. നമുക്ക് അംശം അതുപോലെ എഴുതാം. 2 ഘാതം 6 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 7 ഘാതം 4 ബൈ ഈ 10നെ നമുക്ക് 2 ഇൻറ്റു 5 എന്ന് എഴുതാം. 10നെ 2 ഇൻറ്റു 5 എന്നിട്ട് ഹോൾ ഘാതം ഈ കൃതി 4 എഴുതി ഇൻറ്റു അതുപോലെ 14നെ 2 ഇൻറ്റു 7 എന്ന് എഴുതാം. 14നെ 2 ഇൻറ്റു 7 അതിൻ്റെ കൃതി ഹോൾ ഘാതം 2. വീണ്ടും അംശം അതുപോലെ എഴുതി. 2 ഘാതം 6 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 7 ഘാതം 4 ബൈ ഈ 2 ഇൻറ്റു 5 ഹോൾ ഘാതം 4 പറഞ്ഞാൽ ഈ 4 രണ്ടിലും ബാധകമാണ്. അപ്പോൾ ഈ 4 കൃതി രണ്ടിനും കൊടുക്കുക. 2 ഘാതം 4 ഇൻറ്റു 5 ഘാതം 4. അതുപോലെ ഇവിടെ കൃതി 2 ഇതിന് രണ്ടിനും ബാധകമാണ്. ഈ 2 രണ്ടിനും എഴുതുക. 2 ഘാതം 2 ഇൻറ്റു 7 ഘാതം 2. ഇനി നമുക്ക് ഈ കൃത്യങ്ക നിയമം എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ സമം എ ഘാതം എം പ്ലസ് എൻ. ഈ കൃത്യങ്ക നിയമം ഉപയോഗിക്കണമെങ്കിൽ പാദസംഖ്യകൾ ഒരുപോലെ വരണം. എ അതുപോലെ നമുക്ക് ഈ ഛേദത്തിൽ ഈ 2 ഘാതം 4 ഈ 2 ഘാതം 2 കൂടി ഈ കൃത്യങ്ക നിയമം ഉപയോഗിച്ച് ചെയ്യാം. ഈ 2 ഘാതം 4 2 ഘാതം 2. അപ്പോൾ ബാക്കി അംശം അതുപോലെ എഴുതി. 2 ഘാതം 6 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 7 ഘാതം 4 ബൈ ഈ 2 ഘാതം 4 2 ഘാതം 2 കൂടി ഈ എമ്മും എന്നും കൂട്ടി എഴുതിയ പോലെ ഈ കൃതികൾ 4ഉം 2ഉം കൂട്ടി എഴുതുക. അപ്പോൾ 2 ഘാതം 6 എന്ന് വന്നു. ബാക്കി ഇൻറ്റു 5 ഘാതം 4 അതുപോലെ എഴുതി ഇൻറ്റു 7 സ്ക്വയർ അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് 2 ഘാതം 6 വെട്ടിക്കളയാം. 5 ഘാതം 4 വെട്ടിക്കളയാം. ബാക്കി എന്ത് വന്നു? 7 ഘാതം 4 ബൈ 7 ഘാതം 2 എന്ന് വന്നു. ഇവിടെ നമുക്ക് കൃത്യങ്ക നിയമം എ ഘാതം എം ബൈ എ ഘാതം എൻ സമം എ ഘാതം എം മൈനസ് എൻ. അങ്ങനെ പാദസംഖ്യകൾ തുല്യമായിട്ട് വരുമ്പോൾ കൃതികൾ തമ്മിൽ കുറച്ചാൽ മതി. അതുപോലെ ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ് 7. അപ്പോൾ കൃതികൾ തമ്മിൽ കുറയ്ക്കുക. 4 2 കുറച്ചാൽ 2. അപ്പോൾ 7 ഘാതം 2 അതായത് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 7 ഉത്തരം 49.